ഈ ഒരു ക്യാമറയെ നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാൻ സാധിക്കും. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ക്യാമറകളെ നമുക്ക് തിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലെൻസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ തിരിച്ചുകൊണ്ട് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒറ്റ IP അഡ്രസ്സേ ഉള്ളൂ, പക്ഷേ ഒറ്റ IP ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ രണ്ടായിട്ടാണ് കാണുന്നത്. ഇതെനിക്ക് വളരെ കൗതുകം നിറഞ്ഞൊരു കാര്യമാണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമറ കാണുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു CCTV ക്യാമറ അല്ലെങ്കിൽ ഒരു IP ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡിസൈൻ സങ്കല്പങ്ങളെല്ലാം തച്ചുടച്ച് വാർക്കുന്ന രീതിയിലുള്ളൊരു പുതിയ ഡിസൈനായിട്ടാണ് T&Dയുടെ ഈ ഒരു സിംഗിൾ IP ക്യാമറ വന്നിരിക്കുന്നത്. ഇതൊരു സിംഗിൾ IP ക്യാമറ എന്ന് പറയാൻ പറ്റില്ല, രണ്ട് ക്യാമറകൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ക്യാമറയ്ക്ക് വരുന്നത്. ഇതൊരു ക്യാമറയാണ്, അതുപോലെ തന്നെ ഇതൊരു ക്യാമറയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പോലെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സിംഗിൾ ക്യാമറയാണ്, ഒരൊറ്റ കേബിളിലാണ് ഈ രണ്ട് ക്യാമറകളും വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ ക്യാമറയുടെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്യാമറ നമ്മൾ എന്തിനാണ് T&D ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് IP ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് T&D. കാരണം അനലോഗ് ക്യാമറകളുടെ കാലം അസ്തമിച്ചു. അനലോഗ് ക്യാമറകളുടെ അതേ വിലയിലാണ് T&D IP ക്യാമറകൾ ഇറക്കുന്നത്. ഈ ഒരു ക്യാമറയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമറ എന്ന് പറയാൻ പറ്റില്ല, ഇത് രണ്ട് ക്യാമറകളാണ്. ഈ രണ്ട് ക്യാമറകൾ കൂടെ കൂടിയിട്ട്, ഈ ഇരിക്കുന്ന രണ്ട് ക്യാമറകൾ കൂടെ കൂടിയിട്ട് ആകെ വരുന്ന കോസ്റ്റ് 5500 താഴെയാണ്. വെറും 5500 താഴെ. 5500 ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ IP ക്യാമറയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ രണ്ട് ക്യാമറകൾ എടുക്കാം. ഈ രണ്ട് ക്യാമറകളും ഇങ്ങനെ പറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊന്നും പറ്റില്ല. ഇതൊരു സിംഗിൾ ക്യാമറ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സിംഗിൾ ക്യാമറ നമ്മൾ പിന്നെ എങ്ങനെയാണ് പിടിപ്പിക്കണമെന്ന് വെച്ചാൽ, ഇതിലൊരു സ്റ്റാൻഡ് വരുന്നുണ്ട്. ഈ സ്റ്റാൻഡിലേക്ക് നമുക്ക് സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ എവിടെയെങ്കിലും നമുക്ക് മിഡിൽ പോർഷനിൽ, വീടിൻ്റെ മിഡിൽ പോർഷനിൽ എവിടെയെങ്കിലും കൊണ്ടായാലും ഓഫീസിൻ്റെ മിഡിൽ പോർഷനിൽ എവിടെയെങ്കിലും വെക്കാം. ഈ ക്യാമറകളുടെ ലെൻസ്, ഇത് രണ്ട് സെപ്പറേറ്റ് ക്യാമറകളാണ്, ഒട്ടിയിരിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ തിരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് 2.8 mm ലെൻസാണ് വരുന്നത്. ഒരു ക്യാമറയിൽ വരുന്നത് 2.8 mm ലെൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൈഡ് വ്യൂ ആയിരിക്കും. നിങ്ങൾക്കറിയാം 2.8 mm ലെൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 90 to 100 ഡിഗ്രി വൈഡറാണ് വ്യൂ വരുന്നത്. ഈ ക്യാമറയുടെ താഴെ കാണുന്ന ഈ ഒരു ലൈറ്റിംഗ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കളർ ക്യാമറയാണെന്ന്. പക്ഷേ ആക്ച്വലി ഇത് കളർ ക്യാമറയല്ല, ഇത് ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ തരുന്ന ക്യാമറയാണ്. T&D ഇതിൻ്റെ വെബ്സൈറ്റിലൊക്കെ കൊടുത്തേക്കണ ഏതാണ്ട് 50 മീറ്ററോളം ദൂരത്തേക്കുള്ള വ്യൂ നൈറ്റ് വിഷൻ, ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ സാധ്യമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനിത് രാത്രിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ഡേ ടൈം വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. 50 മീറ്ററൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കാരണം സാധാരണ നമുക്കൊരു ക്യാമറയിൽ വരുന്ന ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണമാണ്. ഇതിവിടെ നമുക്ക് നോക്കിയിട്ട് ഏതാണ്ട് 6 ഇൻഫ്രാറെഡ് LEDs ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ 50 മീറ്ററൊക്കെ അവർ പറയുന്ന രീതി തന്നെ കണ്ടേക്കാം. ഈ ഒരു ക്യാമറ വന്നിരിക്കുന്നത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ്. ഇത് അൺബോക്സിങ് വീഡിയോ ആയിട്ട് BGM ഒന്നും കയറ്റി ടൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. കാരണം ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ആകെ ഈ ഒരു ക്യാമറയും പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ബുക്ക്ലെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ BGM ഒന്നും കയറ്റാത്തത്. പിന്നെ ഈ ഒരു ക്യാമറയ്ക്ക്, അതായത് ഈ രണ്ട് ക്യാമറ കൂടെ കൂടിയിട്ട് ആകെ ഒരു സിംഗിൾ കേബിൾ ഔട്ട് മാത്രമേ ഉള്ളൂ. ഇത് POE എനേബിൾഡ് ആണ്. നമ്മൾ POE സ്വിച്ചിലോട്ട് കുത്തിക്കഴിഞ്ഞാൽ ഈ രണ്ട് ക്യാമറയും വരും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ കൂടത്തിൽ ഒരു 12 വോൾട്ട് പവർ സപ്ലൈ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമാണെങ്കിൽ 12 വോൾട്ട് പവർ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാവുന്നതാണ്, POE ഇല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ക്യാമറ ഞാനിവിടെ പുറത്ത് മുറ്റത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാമറ എങ്ങനെയാണ് വ്യൂ വരുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. T&Dയുടെ ഒരു വീഡിയോ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഇതാണ്, EC7 സ്മാർട്ട് ക്ലയൻറ്റ് എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ പേര്. കുറച്ച് നീളമുള്ള ഒരു പേരാണ്. നമ്മുടെ ഇക്വേഷൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ IVMS 4200, CP+ ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന KVMS Pro, ഇങ്ങനെ വരുന്ന ഒരു വീഡിയോ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ് EC7 സ്മാർട്ട് ക്ലയൻറ്റ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. അത് T&Dയുടെ സ്വന്തം സോഫ്റ്റ്വെയർ ആണ്. ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ ആ ഒരു സിംഗിൾ ക്യാമറ കാണുന്നത് ഇതേപോലെയാണ്, രണ്ടായിട്ടായിരിക്കും. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, 2.8 mm ലെൻസ് വരുന്ന ഒരു സിംഗിൾ ക്യാമറ ഇതും, 2.8 mm ലെൻസ് തന്നെ വരുന്ന മറ്റൊരു സിംഗിൾ ക്യാമറ ഇതും. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരൊറ്റ ഈ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ക്യാമറയെ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും തിരിച്ച് വെച്ചുകൊണ്ട്, ഇപ്പം ഈ ഫസ്റ്റ് വ്യൂവിൽ നിന്ന് വരുന്ന വ്യൂവിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എന്ത് ചെയ്യാം, സെക്കൻഡ് ക്യാമറയെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് 180 ഡിഗ്രിയോ അതിൽ കൂടുതലോ
ഒരു വൈഡ് ആംഗിൾ ആയിട്ടുള്ള പിക്ചർ നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ ഒക്കെ മുമ്പിലായിട്ട് നമ്മളൊരു സിംഗിൾ ക്യാമറ ഇതേപോലെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ ആ ഒരു പ്രദേശം മുഴുവൻ കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ നമുക്കറിയാം 2.8mm ലെൻസ് ആയതുകൊണ്ട് തന്നെ 90 അല്ലെങ്കിൽ 100 ഡിഗ്രി വരെ വൈഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിലിംഗ് വളരെ കുറവായിരിക്കും. ഇതോട്ടോ, ഇതിപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്, നമുക്കത് വായിക്കാൻ കഴിയും. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്തുകൊണ്ട് അത് വായിക്കാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെയൊക്കെ വായിച്ചു നോക്കാം. പക്ഷേ ഇത് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ്. കുറെ കൂടെ ദൂരത്തേക്കുള്ള വ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂം ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഒപ്റ്റിക്കൽ സൂമിംഗ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ പിക്ചർ ചിലപ്പോൾ ഫെയ്ഡ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം നല്ല വ്യക്തമുള്ള ഒരു സമയമാണ്, ഉച്ചയ്ക്ക് ഒരു 1:30 മണിയൊക്കെയാണ് സമയം, അല്ലേ, 1:45 അപ്പം ആ ഒരു സമയത്താണ് കാണുന്നത്. അപ്പം ഇനി ഇത് ഞാൻ പറഞ്ഞു 2 ക്യാമറകൾ ഒരൊറ്റ രീതിയിലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ ക്യാമറയെ വെബ് ഇന്റർഫേസിൽ ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. വെബ് ഇന്റർഫേസിൽ ആക്സസ് ചെയ്യുമ്പോൾ ഈ ക്യാമറയുടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട്, അതായത് നമുക്കറിയാം IP ക്യാമറകളുടെ ഉള്ളിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഞാൻ ലോഗിൻ ചെയ്തുകൊണ്ട് അതിന്റെ പ്രത്യേകത കാണിച്ചു തരാം. ക്യാമറയുടെ IP അഡ്രസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് എത്രയാണ്? ഓട്ടോ സെർച്ച് കൊടുക്കാം. 21 ആണ് കേട്ടോ. 192.168.1.21 എന്നുള്ളതാണ് ക്യാമറയുടെ IP. അപ്പോൾ ആ ഒരു IP അഡ്രസ് അടിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ക്യാമറയെ ബ്രൗസറിൽ ആക്സസ് ചെയ്ത് കാണിച്ചു തരാം. 192.168.1.21 ലോഗിൻ ചെയ്യുന്നു. അതിന്റെ യൂസർ ഐഡിയും പാസ്വേഡും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ആ ക്യാമറയ്ക്കകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് പയ്യെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. യൂസർ ഐഡി അഡ്മിൻ തന്നെയാണ്. പാസ്വേഡ് ഞാൻ കൊടുത്ത ഒരു പാസ്വേഡാണ് കേട്ടോ. ലോഗിൻ കൊടുക്കുന്നു. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് കണ്ടോ, ഒറ്റ പേജാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും വരുന്നത് കണ്ടോ. അതായത് ഒരു സിംഗിൾ ക്യാമറയെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുവാണ് ഒരൊറ്റ ഇതിൽ. ഇനി നമുക്ക് ഈ ഓരോ ക്യാമറകളെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒറ്റ IP അഡ്രസ്സേ ഉള്ളൂ, പക്ഷെ ഒറ്റ IPയിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ 2ആയിട്ടാണ് കാണുന്നത്. ഇതെനിക്ക് വളരെ കൗതുകം നിറഞ്ഞൊരു കാര്യമാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമറ കാണുന്നത്. അത് വേറെ കമ്പനികളിലൊന്നും ഞാൻ ഇതുപോലത്തെ ഒരു ക്യാമറ കണ്ടിട്ടില്ല. കോൺഫിഗറേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ക്യാമറകളെയും പ്രത്യേകം എടുത്ത് സെറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഇപ്പോൾ കോൺഫിഗറേഷനിലെത്തി ചാനൽ 1 എന്ന് പറഞ്ഞ ഒരു ക്യാമറ, അതായത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കുന്ന വ്യൂ ആണ്. നമുക്ക് അതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷനിൽ കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന്റെ സ്ട്രീമിംഗ്, അതിന്റെ റെസൊല്യൂഷൻ, അതിന്റെ ബിറ്റ് റേറ്റ്, അതിന്റെ എൻകോഡിംഗ് മോഡ്, ഡീകോഡിംഗ് മോഡ്, എൻക്രിപ്ഷൻ ടൈപ്പ്, ഇതെല്ലാം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ ഫ്രെയിം റേറ്റ് ഒക്കെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. ചാനൽ നമ്പർ 2 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്തേക്ക് ഇരിക്കുന്ന ക്യാമറയാണ് നമ്മൾ കാണുന്നത് കണ്ടോ. അതിനെ പ്രത്യേകമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതായത് ഒരു ഒറ്റ IPയിലൂടെ 2 ക്യാമറയെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓഡിയോ കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്താൻ സാധിക്കും. ഓഡിയോ എന്ന് പറഞ്ഞാൽ ഇത് മോണോ ആണ് ഓഡിയോ വരുന്നത്. കാരണം ഇങ്ങനെ 2ആയിട്ട് കാണിച്ചിട്ടില്ല, ഒറ്റ ഇത് ഓഡിയോ ആണ് വരുന്നത്. പിന്നെ ഇമേജ് സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാമറ ഇമേജ് സെറ്റിംഗ്സ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ OSD മെനു ആണ്, ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ. അതും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ക്യാമറകൾക്കും മാറ്റം വരുത്തി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ക്യാമറയുടെ വീഡിയോ മാസ്കിങ്, അത് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ക്യാമറകൾക്കും ഇങ്ങനെ ചെയ്യാൻ കണ്ടോ, പ്രത്യേകം നമുക്ക് ചെയ്യാൻ സാധിക്കും. നെറ്റ്വർക്ക് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ക്യാമറകളോട് കൂടിയിട്ട് ഒരൊറ്റ MAC മാത്രമേ ഉള്ളൂ കണ്ടോ. ഒരു സിംഗിൾ MAC ഡിയിലാണ് അത് ഡിസ്പ്ലേ ചെയ്യുന്ന 2 ക്യാമറകളും. അതുപോലെ തന്നെ നമുക്ക് ആ ക്യാമറകളുടെ IP മാറ്റാൻ പറ്റും. ക്യാമറയുടെ IP മാറ്റാം. ഒറ്റ ക്യാമറയായിട്ടാണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇവന്റ് മാനേജ്മെന്റ് ആണ്. ഇവന്റ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. ക്യാമറ ഒരു മോഷൻ ഡിറ്റക്ഷൻ ക്യാമറയാണ്, ഒരിക്കലും ഒരു ഹ്യൂമൻ ഡിറ്റക്ഷൻ ക്യാമറ അല്ല കേട്ടോ, അത് പ്രത്യേകം ഓർക്കുക. പിന്നെ നമുക്ക് അതിന് വേണമെങ്കിൽ അല്ലാത്ത ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ അങ്ങനെയുള്ള സംഗതികളൊന്നും ഈ ഒരു ക്യാമറക്കകത്ത് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഞാൻ നിങ്ങളോട് മോഷൻ ഡിറ്റക്ഷൻ ക്യാമറയാണെന്ന് നമുക്ക് പറയുന്നത്. പിന്നെ സിസ്റ്റം സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം, ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങളൊക്കെ വരുത്താം. ഇപ്പോൾ ഇത് സിംഗപ്പൂരാണ് കിടക്കുന്നത്, അത് മാറ്റിയിട്ട് എനിക്ക് വേണം എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇന്ത്യ, മദ്രാസ്, ബോംബെ, ന്യൂഡൽഹി സെലക്ട് ചെയ്ത് സേവ് ചെയ്യാം. പിന്നെ യൂസർ മാനേജർ സെറ്റപ്പ് എല്ലാത്തിനോട് കൂടിയിട്ട് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാമറയെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഇതിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചാനൽ മെമ്പർ വീഡിയോയിൽ ഇതിന്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ചാനൽ മെമ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി നമ്മുടെ CP+ന്റെ IP ഫൈൻഡർ അല്ലെങ്കിൽ ഹിക്യൂഷന്റെ SIDP ടൂൾ പോലെ ടിയാൻഡിക്ക് ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, സെർച്ച് ടൂള്. അതാണ് ഈ കാണുന്ന സെർച്ച് കോൺഫിഗ് ടൂൾ 2.0. അപ്പോൾ ഈ ഒരു ടൂള് ഞാൻ ഡൗൺലോഡ് ചെയ്തത് ഈ വെബ്സൈറ്റിൽ നിന്നാണ്, ടിയാൻഡിയുടെ വെബ്സൈറ്റിൽ നിന്നാണ്
ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനിവിടെ ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു ടൂള്. ഈ സെർച്ച് ടൂൾ ഉപയോഗിച്ചിട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന ടിയാൻഡിയുടെ ആ ഒരു ക്യാമറയും, ഞാനിപ്പോൾ പുറത്ത് കണക്ട് ചെയ്തേക്കുന്ന ടിയാൻഡിയുടെ ഒരു ക്യാമറയും ഇവിടെയൊക്കെ വെച്ചിരിക്കുന്ന ടിയാൻഡിയുടെ തന്നെ NVRനെ ഒന്നും ഫൈൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു ടൂളിൽ എന്തോ ഒരു ബഗ് ഉള്ളത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു EC7 സ്മാർട്ട് എക്സ്പ്രസ് ക്ലയന്റ് ഉപയോഗിച്ചിട്ട് നമുക്കത് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, നമ്മൾ ആ ക്യാമറകളെ കണക്ട് ചെയ്തേക്കണ VMS സോഫ്റ്റ്വെയർ. അതിനകത്ത് ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ സെർച്ച് ഉണ്ട്. ഓട്ടോ സെർച്ചിൽ നമ്മൾ കണക്ട് ചെയ്തേക്കണ ക്യാമറയൊക്കെ ലിസ്റ്റിൽ വരുന്നുണ്ട്. NVR വരാത്ത കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ആ NVRനെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വരാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ടൂൾ എനിക്ക് എത്രത്തോളം അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമുക്ക് ഇവരുടെ സോഫ്റ്റ്വെയർസ് എല്ലാം ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫേംവെയർ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ലേറ്റസ്റ്റ് ഫേംവെയറുകളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് ആ സെർച്ച് കോൺഫിഗ് ടൂൾ. ഇത് വിൻഡോസിലും മാക്കിലും അവൈലബിൾ ആണ്. പിന്നെ ഓഡിയോ വാണിംഗ് ആൻഡ് റെക്കോർഡിംഗ് ടൂൾ വരുന്നുണ്ട്, മിനി പ്ലെയർ ഉണ്ട്, ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു VMS സോഫ്റ്റ്വെയറും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതും വെബ്സൈറ്റിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. EC7 സ്മാർട്ട് ക്ലയന്റ് ഇതും മാക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഈസി ലൈവ് പ്ലസ് എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഐഫോണിലാണെങ്കിലും ആൻഡ്രോയിഡിലാണെങ്കിലും ഈസി ആയിട്ട് അവരുടെ ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമറയുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഇത് 2 സ്പീക്കറുകളായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ആ ഒരു ടേപ്പ് റെക്കോർഡർ അല്ലെങ്കിൽ റേഡിയോയുടെ ഒക്കെ ഒരു ഡിസൈനാണ് ഇതിന് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. കാരണം ഈ ക്യാമറകൾ ഇപ്പോൾ നല്ലപോലെ സെയിലാവുന്നുണ്ട്. പിന്നെ നിങ്ങൾ അനലോഗ് ക്യാമറകളൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അനലോഗ് ക്യാമറകളുടെയൊക്കെ കാലം അസ്തമിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇതേപോലെയുള്ള IP ക്യാമറകളൊക്കെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് IP ക്യാമറകളുടെയാണ്. നല്ല വീഡിയോ ക്വാളിറ്റി, ഏതാണ്ട് നമ്മുടെ അനലോഗ് ക്യാമറകളെക്കാളും 30% വീഡിയോ ക്വാളിറ്റി തരുന്ന ക്യാമറകളാണ് എപ്പോഴും IP ക്യാമറകൾ. അതുകൊണ്ട് എന്തായാലും എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ IP ക്യാമറ ഇന്നത്തെ കാലഘട്ടത്തിൽ വെക്കുമ്പോൾ എന്തായാലും IP ക്യാമറ എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ IP ക്യാമറകളുടെ അഡ്വാൻസ്ഡ് ലെവൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ആ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഹിഡൻ ആയിട്ടിരിക്കുന്ന ഒരുപാട് പ്രൈവറ്റ് വീഡിയോസ് നമ്മുടെ ഈ ചാനലിലുണ്ട്. അത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഏതാണ്ട് 84 വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഒരു മാസത്തിൽ ഏതാണ്ട് 12-13 വീഡിയോസ് ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു ദിവസം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.